എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡിൽ നിങ്ങൾക്ക് നമ്മുടെ +2 കഴിഞ്ഞ കുട്ടികൾക്ക് ഏതൊക്കെ കോഴ്സിന് ചേരാൻ വേണ്ടി പറ്റും, ഏതൊക്കെ കോഴ്സിനാണ് ജോലി സാധ്യത എന്നത് സംബന്ധിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്ന വിഭിന്നമായ മറ്റൊരു വിഷയവുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. എൻ്റെ കൂടെ JCI ട്രെയിനറായിട്ടുള്ള ദിലീപ് കൊതേരി ഉണ്ട്. നമ്മൾ പാരാമെഡിക്കൽ വിഭാഗത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. പക്ഷേ എങ്ങനെയാണ് പാരാമെഡിക്കൽ വിഭാഗം അത് സാധ്യത? അതായത് നമ്മുടെ ലോകത്ത് ഹോസ്പിറ്റലിന്റെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിന്റെ ഒരു ജോലി സാധ്യത എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉയർന്ന സാലറിയും കൂടി ലഭിക്കാനുള്ള ഒരു സാധ്യത ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പൊ പ്രധാനമായിട്ട് നമുക്ക് ഇതിന് 2 കാറ്റഗറിയിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അതായത് BSc വരുന്നതും അല്ലെങ്കിൽ ഡിപ്ലോമ വരുന്നതും. ഒരു 1.5 വർഷം 2 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റുന്ന കോഴ്സുകളുണ്ട്. ഒരു 3 വർഷം 4 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റുന്ന കോഴ്സുകളുണ്ട്. അപ്പോൾ BSc നഴ്സിംഗ്, BSc ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി, ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി, അങ്ങനെയുള്ള BSc കോഴ്സുകളുണ്ട്. ഇതിന്റെ തന്നെ ഡിപ്ലോമ കോഴ്സുകളുണ്ട്, 1.5-2 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റുന്നത്. ഇങ്ങനെ ചില കോഴ്സുകളൊന്നും കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ്. അതായത് അതിന്റെ ഒന്നും BSc കോഴ്സുകൾ കേരളത്തിലെല്ലാം ലഭ്യമല്ല. പക്ഷേ ഇന്ത്യയുടെ പല ഭാഗത്തും അവൈലബിൾ ആണ് എന്നുള്ളതാണ്. നമ്മുടെ സൗകര്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള കോഴ്സുകൾ നമുക്ക് ഓപ്റ്റ് ചെയ്യാം. പെട്ടെന്ന് നമുക്ക് കോഴ്സ് പൂർത്തിയാക്കി ജോലിയിൽ പ്രവേശിക്കണം എന്നുള്ളതാണെങ്കിൽ ഇതിന്റെ ഡിപ്ലോമ കോഴ്സുകളായിരിക്കും കുറച്ചും കൂടി നന്നായി. സാധാരണ രീതിയിൽ നന്നായി നല്ല മാർക്കോട് കൂടി പാസ്സായ കുട്ടികൾക്കല്ലേ ഇത്തരം. അത് മാത്രമല്ല, ഒരു 50% മുകളിൽ +2 ഇപ്പൊ 50-55% മുകളിൽ മാർക്ക് വാങ്ങിച്ചവർക്കൊക്കെ ഇങ്ങനെയുള്ള കോഴ്സുകൾ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. പ്രധാനമായിട്ടും സയൻസ് ഓപ്റ്റ് ചെയ്ത കുട്ടികൾക്ക് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, മാത്സ് ഈ വിഷയങ്ങൾ പഠിച്ച കുട്ടികൾക്കാണ് കുറച്ചും കൂടി നന്നാവുക എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ എവിടെയൊക്കെയാണ് ഇത്തരം സ്ഥാപനം? ഒരുപാട് സ്ഥാപനങ്ങൾ ഇപ്പോൾ ഉണ്ട്. പക്ഷെ നമുക്ക് പറയാൻ പറ്റുന്ന നമുക്ക് ഇടയിൽ നമ്മളിപ്പോൾ മട്ടന്നൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്നത് മട്ടന്നൂരിൽ നിന്നാണ്. അതെ അതെ. അപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ചില സ്ഥാപനങ്ങൾ ഇപ്പം മട്ടന്നൂർ നമുക്കറിയാം ഒരു എയർപോർട്ട് സിറ്റി ആയതുകൊണ്ട് തന്നെ അവിടെ നമുക്കൊരു ലെസാറോ എന്ന് പറയുന്ന ഒരു അക്കാഡമി ഉണ്ട്. അവിടെയാണെങ്കിൽ ഇപ്പം BBA ഏവിയേഷൻ, അതേപോലെ തന്നെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, BBA ലോജിസ്റ്റിക്സ് പോലെയുള്ള അതിന്റെ തന്നെ ഡിപ്ലോമ കോഴ്സുകൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള കോഴ്സുകൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ മട്ടന്നൂർ കുറച്ചും കൂടി നന്നാവുക ലെസാറോ അക്കാഡമി ആണെന്നുള്ളതാണ്. ഐമാളിലുള്ള ലെസാറോ അക്കാദമിയിൽ ഇത്തരം ചെറിയ കോഴ്സുകളുണ്ട്. ഒപ്പം തന്നെ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലും നമ്മുടെ വിവിധ കണ്ണൂർ ജില്ലയിലുള്ള വിവിധ ആശുപത്രികളിലും ഇത്തരം കോഴ്സുകളൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ ഉരുവച്ചാൽ കഴിഞ്ഞ ദിവസം IMC ഹോസ്പിറ്റലിലെ IMC ഹോസ്പിറ്റലിലും ഇതുപോലെ നഴ്സിംഗ് കോഴ്സുകൾ നടക്കുന്നുണ്ട് എന്ന് പറയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചുറ്റും ഇതുപോലുള്ള നിരവധി കോഴ്സുകൾ നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഏതാണോ സാധ്യത, നമുക്ക് ഏതിനോടാണ് ഇഷ്ടം, നമുക്ക് നമ്മുടെ പാഷനനുസരിച്ച് പഠിക്കാനുള്ള അവസരം നമ്മുടെ ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ യാദൃശ്ചികമായി നമ്മുടെ ഇപ്പം ഗ്രീൻ പ്ലാനറ്റ്, വെള്ളിയാമറമ്പിലുള്ള ഗ്രീൻ പ്ലാനറ്റ് എന്നാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഒരാളെ നമ്മൾ ഇവിടുന്ന് പരിചയപ്പെട്ടു. അതായത് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ അനസ്തേഷ്യ വിഭാഗത്തിൽ പഠിക്കുന്ന വെള്ളിയാമറമ്പിൽ തന്നെയുള്ള അനന്യയാണ് നമ്മോടൊപ്പം ഉള്ളത്. അയനയാണ് നമ്മോടൊപ്പം ഇപ്പം ചേരുന്നത്. യെസ്, അയനയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. അയന ഫസ്റ്റ് ഇയർ അല്ലേ? ഫസ്റ്റ് ഇയർ ആണ്. എങ്ങനെയുണ്ട് കോഴ്സ്? എങ്ങനെയുണ്ട് കോഴ്സ് എന്ന് വെച്ചാൽ നമ്മള് നോർമലി പണിയെടുത്തോണ്ട് തന്നെ പഠിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ ജോയിൻ ചെയ്തുകൊണ്ടാണ് പഠിക്കുന്നത്. ഇത് ജോലി ചെയ്തിട്ട് നമുക്ക് ഇടക്കിടക്ക് ക്ലാസ് വെക്കും. നേരിട്ട് എല്ലാ പേഷ്യൻസിനോടും കമ്മ്യൂണിക്കേഷൻ കൂടുതലും തിയറി കുറവാണ്. പൊതുവെ പഠിക്കാൻ എളുപ്പമാണോ? പ്രാക്ടിക്കൽ ആയതുകൊണ്ട് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. പേഷ്യൻസിനോട് നമ്മൾ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. ഡോക്ടർമാർ തന്നെ നമുക്ക് ക്ലാസ് എടുത്തിരുന്നത്, എല്ലാം ഡോക്ടർമാരും. അതിന് എങ്ങനെയാണ് ഈ ഒരു കോഴ്സിലേക്ക് എത്തിയത്? ഈ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി എന്നുള്ളത് ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാനുള്ളത് സ്വയം കണ്ടെത്തിയതാണോ അല്ലെങ്കിൽ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തതാണോ? അല്ലല്ല, ഞാൻ LBSന്റെ അകത്ത് രജിസ്റ്റർ ചെയ്തിട്ട് അപ്പൊ അതിന്റെ അകത്തുണ്ട് പാരാമെഡിക്കൽ കോഴ്സ്. അപ്പൊ അങ്ങനെ ജോയിൻ ചെയ്തതാണ്. ഇതിനെപ്പറ്റി അന്വേഷിച്ച് തന്നെയാണ് അല്ലെ? അപ്പം ജോലി ചെയ്യാൻ, കേരളത്തിൽ ജോലി ചെയ്യാൻ തന്നെയാണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കേരളത്തിന്റെ വെളിയിലോ അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിലോ പോകാനാണോ? ഇന്ത്യയിലേക്ക് വെളിയിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതെ, കാരണം ഇപ്പൊ നമ്മളെ തന്നെ പറഞ്ഞതുപോലെ നല്ലൊരു ജോലി സാധ്യതയുണ്ട് കേരളത്തിനകത്തും, അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിലായിക്കോട്ടെ, അവിടെ പോലും നല്ലൊരു ജോലി സാധ്യത ഇതിനുണ്ട് എന്നുള്ളതാണ്. അത് ഡിപ്ലോമ ആയിരിക്കും ചെയ്യുന്നുണ്ടാവും അല്ലെ? ഇതിന്റെ തന്നെ BSc അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ ടെക്നോളജിയും കൂടി വരുന്നുണ്ട്. അതൊരു 4 വർഷത്തെ കോഴ്സാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെ? കേരളത്തിൽ ഇപ്പൊ ഇല്ല. അത് വരൂന്ന്, കോഴിക്കോടൊക്കെ ഉണ്ട്, പക്ഷെ വന്നില്ല, വരൂന്ന് പറയുന്നു 2-3 വർഷം കഴിഞ്ഞാൽ. അതിപ്പോ ഇല്ലാത്തതുകൊണ്ടാണ് ഇവർക്ക് പഠിക്കാൻ പറ്റാതെ വന്നത്. ഒപ്പം തന്നെ ഇപ്പോ അയന ചേർന്നത് മെറിറ്റിലാണ് കിട്ടിയത്. ഇത് ആരെ പറഞ്ഞു? ഇങ്ങനെ അനസ്തേഷ്യ നമ്മള് ഇപ്പൊ നമ്മള് പണ്ടത്തെ പോലെയല്ല
കുട്ടികളൊക്കെ അപ്ഡേറ്റ് ആണ്. രക്ഷിതാക്കളൊന്നും പറഞ്ഞു കൊടുക്കണ്ട, ഇവരെ തന്നെ കണ്ടുപിടിച്ച് പറയാം ഇതാരെങ്ങനെ കോഴ്സ് ഉണ്ടെന്ന് പറയാം. അല്ല, അതിന് LBS സെന്ററിന്റെ സൈറ്റിൽ തന്നെ പാരാമെഡിക്കൽ കോഴ്സിന്റെ ഇതിന്റെ പേരുണ്ട്. LBS സെന്ററിന്റെ നമ്മളിപ്പോ പറഞ്ഞ് സംസാരിച്ചതേ ഉള്ളൂ. ഈ ജൂൺ 2-ാം തീയതി വരെയാണ് നമുക്ക് LBS വഴി അപ്ലൈ ചെയ്യാനുള്ള ഒരു സമയം. ആ കോഴ്സുകൾക്ക് LBS-ലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ജൂൺ 2 വരെ സമയമുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിൽ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മാക്സിമം. ഇപ്പൊ അതിനോട് ചോദിക്കുമ്പോൾ അതിനോട് കൂടെ പഠിച്ച ആളുകൾ ഏതൊക്കെ കോഴ്സിനാണ് ചെയ്യുന്നത്? എന്റെ കൂടെ പഠിച്ചവര് അവര് കുറെ പേര് ഡിഗ്രിയാണ്, പിന്നെ മൈക്രോബയോളജി അങ്ങനെ പല ടൈപ്പ്. ഇതിപ്പോ അതിനെ മാത്രം ഞാൻ ഒറ്റക്ക് മാത്രം, ബാക്കിയെല്ലാം നഴ്സിംഗ് ആ സൈഡ് ബാംഗ്ലൂര് അങ്ങനെയൊക്കെ അങ്ങനെ പഠിക്കുന്നത്. നഴ്സിംഗ് പഠിക്കുന്നത് ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. അതാണ് ഇപ്പൊ അതിനെയാണ് നമ്മോടൊപ്പം ഇത്രയും സമയം ചേർന്നത്. അപ്പൊ അതിനെ നമ്മളെ ഈ കോഴ്സ് ചെയ്യുന്ന ആളാണല്ലോ നിങ്ങൾക്ക് ഏറ്റവും അഭികാമ്യമായത് ഇത് ചെയ്യുന്ന ആൾ പറയുമ്പോഴാണ് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ അതിനെ ആവശ്യമായി കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കോഴ്സുകളുണ്ട്. ഇതിപ്പോൾ മെറിറ്റിലാണ് കിട്ടിയത്. ഇങ്ങനെ നമുക്ക് ചുറ്റും ഒരുപാട് കോഴ്സുകളുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളിലൂടെ നിങ്ങൾക്ക് ജോലി കിട്ടുമ്പോഴാണ് നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടുക. അപ്പോൾ അങ്ങനെ വലിയ ജോലിയൊക്കെ കിട്ടുമ്പോൾ ഇവരെ രക്ഷിതാക്കളൊക്കെ വളരെ ഹാപ്പിയാവും. അപ്പോൾ നിങ്ങളെ ഹാപ്പി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ ഹാപ്പിയാവും. അപ്പോൾ നമ്മളെ ഹാപ്പി ആകുമ്പോൾ സ്വാഭാവികം നമ്മുടെ സമൂഹം ഒന്നടങ്കം ആ സന്തോഷത്തിൽ പങ്കാളികളാകും. അപ്പോൾ അതിനാണ് ഇത്തരം കോഴ്സുകൾ, ഇത്തരം വ്യത്യസ്തമായ കോഴ്സുകൾ ഉണ്ട് എന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മൾ വന്നത്, അല്ലേ? അതെ, തീർച്ചയായും തീർച്ചയായും അതാണ്. ഇപ്പോൾ ഇവരുടെ ചിരി കണ്ടാൽ അറിയാം, ഡോക്ടറുമായി പറഞ്ഞ് ഇവർ ഹാപ്പി ആയിട്ടാണ് ആ കോഴ്സ് ചെയ്യുന്നത്, ജോലി പോലെ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ജോലി പോലെ ചെയ്യുന്നത്, കാരണം പ്രാക്ടിക്കൽ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി കോഴ്സുകളുണ്ട്. അതിലൊന്നിലൂടെ നമ്മൾ സഞ്ചരിച്ചത് മാത്രമേ ഉള്ളൂ. മറ്റൊരു ദിവസം വീണ്ടും മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. ക്യാമറ ചെയ്യുന്നത് അമൽമണിയാണ്. വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും സ്നേഹം, നന്ദി. ഓക്കെ. ഇനി ഒരു ഇന്റർനാഷണൽ കൊമേഴ്സ് പ്രൊഫഷണൽ ആകാം മട്ടന്നൂരിൽ.